നമസ്കാരം. ഗൾഫ് 18ലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. കേരളത്തിലും റംസാൻ വ്രതാരംഭം നാളെ. കാപ്പാട് കടപ്പുറത്ത് മാസപ്പിറവി കണ്ടു. പരാതി പരിഹാരത്തിന് പുതിയ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച് ദുബായ് സർക്കാർ. 2 മിനിറ്റിനുള്ളിൽ പരാതികൾ സമർപ്പിക്കാം. 40 സർക്കാർ സ്ഥാപനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാം. റംസാനിൽ ഷാർജയിലെ സ്കൂളുകൾക്കും ഓഫീസുകൾക്കും പുതിയ സമയക്രമം. പ്രവർത്തന സമയം രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ. വെള്ളിയാഴ്ചകളിൽ രാവിലെ 9 മുതൽ 12 വരെ. ആകാശക്കുതിപ്പിൽ UAE. ചാന്ദ്ര ദൌത്യപേടകം റാഷിദ് റോവറുമായി ജാപ്പനീസ് ലാൻഡർ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ. രാഷ്ട്രീയ പ്രവേശനത്തിന് നിർണായക നീക്കവുമായി ക്രൈസ്തവ കൂട്ടായ്മ. സഭാ നേതൃത്വങ്ങളുടെ പിന്തുണയോടെ ആലുവയിൽ മറ്റന്നാൾ പ്രത്യേക യോഗം. പ്രഖ്യാപനം ഈ മാസം 26-ന് എന്ന് സൂചന. നീക്കം ബിഷപ്പിന്റെ BJP അനുകൂല പ്രസ്താവനയ്ക്ക് പിന്നാലെ. ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്ക് മുഖ്യമന്ത്രിയുടെ പരോക്ഷ മറുപടി. സംഘപരിവാറിന് അവസരവാദികളായ ചിലരെ സുഖിപ്പിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി. ബിഷപ്പിന് നേരെ KT ജലീൽ വധഭീഷണി മുഴക്കിയെന്ന് K സുരേന്ദ്രൻ. നുണപ്രചാരണമെന്ന് ജലീൽ. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ CBI അന്വേഷണം വേണമെന്ന് BJP ദേശീയ നേതൃത്വം. 2 കമ്പനി 3 മരുമക്കൾ, 32 കോടിയുടെ അഴിമതിയെന്ന് പ്രകാശ് ജാവ്ദേക്കർ. ബ്രഹ്മപുരത്തെ ഉപകരാറിലും ക്രമക്കേടെന്ന് മുൻ മേയർ ടോണി ചമണി. ചെന്നൈയിൽ ഇന്ത്യ 21 റൺസിന് തോൽപ്പിച്ച ഓസ്ട്രേലിയയ്ക്ക് ഏകദിന പരമ്പര. 270 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 248 റൺസിന് പുറത്ത്. ആദം സാംപയ്ക്ക് 4 വിക്കറ്റ്. തുടർച്ചയായ 3 മത്സരങ്ങളിൽ ഗോൾഡൻ ഡക്കാവുന്ന ആദ്യ ഇന്ത്യൻ താരമായി സൂര്യകുമാർ യാദവ്. 2 മിനിറ്റിനുള്ളിൽ പരാതികൾ സമർപ്പിക്കാൻ കഴിയുന്ന പുതിയ പ്ലാറ്റ്ഫോം അവതരിപ്പിച്ച് ദുബായ് സർക്കാർ. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പ്ലാറ്റ്ഫോം അവതരിപ്പിച്ചത്. സർക്കാരിനെയും ഉപഭോക്താക്കളെയും ബന്ധിപ്പിക്കുന്നതാണ് പുതിയ പ്ലാറ്റ്ഫോം. ദ 04 എന്നാണ് പേര്. 40 സർക്കാർ സ്ഥാപനങ്ങളുമായി പ്ലാറ്റ്ഫോം ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളുമായി ജനങ്ങൾക്ക് വേഗത്തിൽ ബന്ധപ്പെടാൻ അവസരമൊരുക്കുക, സർക്കാരിന്റെ പ്രവർത്തന മികവ് ഉയർത്തുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഹംദാൻ അറിയിച്ചു. സർക്കാർ സേവനങ്ങൾക്കും പോർട്ടൽ വഴി വിവിധ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനത്തിലെ നടപടിക്രമത്തിലോ ഇടപാടിലോ പരാതി അറിയിക്കാനും പ്ലാറ്റ്ഫോം ഉപയോഗിക്കാം. സേവനത്തെക്കുറിച്ചോ ഇടപാടുകളെക്കുറിച്ചോ നെഗറ്റീവും പോസിറ്റീവുമായ അഭിപ്രായവും അറിയിക്കാം. ന്യൂസ് 18 ദുബായ്. UAEയുടെ ചാന്ദ്ര ദൌത്യപേടകമായ റാഷിദ് റോവർ വഹിച്ചുള്ള ജാപ്പനീസ് ലാൻഡർ ഹക്കുട്ടോ R മിഷൻ 1 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. ബഹിരാകാശ പേടകം സുരക്ഷിതമായി ചന്ദ്രനെ ചുറ്റുകയാണെന്ന് ലാൻഡർ നിർമ്മിച്ച ഐസ്പേസ് കമ്പനി അറിയിച്ചു. ചരിത്ര നേട്ടത്തിലേക്കാണ് UAE നീങ്ങുന്നത്. അടുത്ത മാസം അവസാനത്തോടെ ചന്ദ്രനിലെ അറ്റ്ലസ് ക്രേറ്റർ മേഖലയിൽ ഇറങ്ങാനാണ് ശ്രമം. ഹക്കുട്ടോ R മിഷൻ 1ന്റെ ലാൻഡിംഗ് തീയതിയും സമയവും സംബന്ധിച്ച വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് ലാൻഡർ കമ്പനി ഐസ്പേസ് അറിയിച്ചു. റാഷിദ് റോവർ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത് UAEക്ക് അഭിമാനകരമായ നേട്ടമാണെന്ന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് പറഞ്ഞു. അറബ് ലോകത്തെ ആദ്യ ചന്ദ്ര ദൌത്യ പേടകമാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത്. ലാൻഡർ ചന്ദ്രന്റെ ഗുരുത്വാകർഷണ മേഖലയിൽ പ്രവേശിച്ച് ഭ്രമണം ചെയ്യാൻ തുടങ്ങിയത് നല്ല സൂചനയാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഡിസംബർ 11-നാണ് US-ലെ ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് ജാപ്പനീസ് ലാൻഡർ പറന്നുയർന്നത്. ചന്ദ്രന്റെ വടക്ക് കിഴക്കൻ ഭാഗം പര്യവേഷണം നടത്താനാണ് റോവർ ലക്ഷ്യമിടുന്നതും. ചന്ദ്രന്റെ മണ്ണ്, ഭൂമിശാസ്ത്രം, പൊടിപടലം, ഫോട്ടോ, ഇലക്ട്രോൺ കവചം എന്നിവ പഠനവിധേയമാക്കും. ന്യൂസ് 18 ദുബായ്. റംസാൻ വ്രതത്തിന്റെ ഭാഗമായി ഷാർജ എമിറേറ്റിലെ സ്കൂളുകളുടെയും ഓഫീസുകളുടെയും സമയക്രമം പ്രഖ്യാപിച്ചു. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് സർക്കാർ ഓഫീസുകളുടെ സമയക്രമം. വെള്ളിയാഴ്ചകളിൽ രാവിലെ 9 മുതൽ 12 വരെയായിരിക്കും പ്രവൃത്തി സമയം. വ്രതാനുഷ്ഠാനത്തിന്റെ സൗകര്യം കണക്കിലെടുത്ത ഷിഫ്റ്റ് ജോലികളിലും സമയക്രമീകരണം. സ്കൂൾ, സർവകലാശാല വിദ്യാർത്ഥികൾക്ക് വെള്ളിയാഴ്ചകളിൽ ആവശ്യമെങ്കിൽ വീട്ടിലിരുന്നുള്ള പഠനം തിരഞ്ഞെടുക്കാം. എന്നാൽ പരീക്ഷകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അധികൃതർക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്നും UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നിർദ്ദേശം നൽകി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തന സമയം നീട്ടാൻ ഷാർജ മുനിസിപ്പാലിറ്റി വെബ്സൈറ്റിലൂടെ അപേക്ഷ നൽകി അനുമതി വാങ്ങണം.
റെസ്റ്റോറന്റുകൾക്കും ബേക്കറികൾക്കും കഫറ്റീരിയകൾക്കും പ്രത്യേക അനുമതി വാങ്ങാതെ അർദ്ധരാത്രി വരെ പ്രവർത്തിക്കാം. ഷാർജയിൽ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 8 മുതൽ രാത്രി 12 വരെയാണ് പെയ്ഡ് പാർക്കിംഗ്. ബ്ലൂ സോൺ ഒഴികെയുള്ള ഇടങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ പാർക്കിംഗ് സൗജന്യമാണ്. പള്ളികളുടെ പരിസരങ്ങളിൽ പ്രാർത്ഥനാ സമയം മുതൽ 1 മണിക്കൂർ പാർക്കിംഗ് സൗജന്യമാണ്. എമിറേറ്റിലെ പൊതു പാർക്കുകൾ ആഴ്ചയിൽ എല്ലാ ദിവസവും വൈകിട്ട് 4 മുതൽ അർദ്ധരാത്രി 12 വരെ പ്രവർത്തിക്കും. ന്യൂസ് 18 ഷാർജ. കേരളത്തിൽ റംസാൻ വ്രതാരംഭം നാളെ. കാപ്പാടും കുളച്ചലും പിറകണ്ടു. നാളെ റംസാൻ 1 സംയുക്ത മഹല്ല ജമാഅത്ത് ഖാസിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പാളയം ഇമാം BP സുഹൈ മൗലവി എന്നിവർ അറിയിച്ചു. പരിശുദ്ധ റമദാൻ മാസപ്പിറവി കണ്ടതായി വിശ്വാസയോഗ്യമായ വിവരം ലഭിച്ചതനുസരിച്ച് നാളെ വ്യാഴാഴ്ച റമദാൻ 1 ഇവിടെ ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു എന്നറിയിക്കുകയാണ്. കാപ്പാടാണ് മാസപ്പിറവി ദൃശ്യമായിട്ടുള്ളത്. കാപ്പാട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന ഏറെ ദൂരമില്ലാത്ത കുളച്ചൽ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം മാസപ്പിറ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നാളെ റമദാൻ 1 പ്രഖ്യാപിക്കുന്നു. നാളെ റമദാൻ 1 പാളയം ഇമാമിന്റെയും അതുപോലെ തന്നെ ഈ ഇമാംമാരുടെയും എല്ലാം സംയുക്ത പ്രസ്താവനയായിട്ട് അറിയിക്കുന്നു. വേൾഡ് മലയാളി കൌൺസിലിന്റെ ദ്വിവത്സര ആഗോള സമ്മേളനം ജൂലൈ 7 മുതൽ 9 വരെ ഡൽഹിയിൽ നടക്കും. സമ്മേളന ലോഗോ ശശി തരൂർ MP പ്രകാശനം ചെയ്തു. വേൾഡ് മലയാളി കൌൺസിൽ ദ്വിവത്സര ആഗോള സമ്മേളനത്തിൽ 5 വൻകരകളിലെ 60ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഡൽഹി അശോക ഹോട്ടലിൽ ജൂലൈ 7 മുതൽ 9 വരെയാണ് സമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി ഡൽഹി കേരള ഹൌസിൽ നടന്ന ചടങ്ങിൽ ശശി തരൂർ സമ്മേളന ലോഗോ പ്രകാശിപ്പിച്ചു. വിവിധ പ്രവാസി ഇന്ത്യൻ സംഘടനകളുമായി കൈകോർത്ത് ഇരട്ട പൗരത്വമടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് തരൂർ പറഞ്ഞു. ഹൈബീഡൻ MP വേണു രാജാമണി, മുൻ MP സെബാസ്റ്റ്യൻ പോൾ, WMC ഗ്ലോബൽ ചെയർമാൻ ജോണി കുരുവിള, ഗ്ലോബൽ പ്രസിഡന്റ് TP വിജയൻ, WMC നേതാക്കളായ CU മത്തായി, ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ഡൊമിനിക് ജോസഫ്, സജി തോമസ്, ട്രഷറർ CA ജോർജ് കുരുവിള, ഗീതാ രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ TN ശേഷന്റെ നേതൃത്വത്തിലാണ് വേൾഡ് മലയാളി കൌൺസിൽ രൂപീകരിച്ചത്. ന്യൂസ് 18 അബുദാബി. നിർണായക നീക്കവുമായി ക്രൈസ്തവ കൂട്ടായ്മ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ പ്രവേശനത്തിന് നിർണായക നീക്കവുമായി ക്രൈസ്തവ കൂട്ടായ്മ. സഭാ നേതൃത്വങ്ങളുടെ പിന്തുണയോടെ മറ്റന്നാൾ ആലുവയിൽ യോഗം ചേരും. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിലേക്കാണ് ക്രൈസ്തവ കൂട്ടായ്മ നീങ്ങുന്നതെന്നാണ് സൂചന. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. റബ്ബറിന് വില കൂട്ടിയാൽ തിരിച്ചും പ്രത്യുപകാരമുണ്ടാകുമെന്ന തലശ്ശേരി രൂപതാ ബിഷപ്പിന്റെ BJP അനുകൂല പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് നിർണായക നീക്കവുമായി സഭാ നേതൃത്വം രംഗത്തെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് മുന്നോടിയായി 24-നും 25-നും 26-നും ആലുവയിൽ പ്രത്യേക യോഗം ചേരും. ബിഷപ്പുമാർക്ക് പുറമെ വൈദികരും അൽമായ പ്രതിനിധികളും യുവജന സംഘടനാ പ്രതിനിധികളും പ്രത്യേക യോഗത്തിന്റെ ഭാഗമാകും എന്ന് സൂചനയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സിറോ മലബാർ സഭ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ നീക്കം. ഈ മാസം അവസാനത്തോടെ ക്രൈസ്തവ സഭകൾ ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, താമരശ്ശേരി രൂപതാ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാലിൽ, തലശ്ശേരി രൂപതാ ബിഷപ്പ് ജോസഫ് പാംപ്ലാനി തുടങ്ങിയവരാണ് സിറോ മലബാർ സഭയിൽ നിന്ന് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. വിവിധ സഭാ വിഭാഗങ്ങളിൽ ചേർത്ത് നിർത്തി സമ്മർദ്ദ ശക്തിയായി മാറുകയാണ് പാർട്ടി രൂപീകരണത്തിന്റെ ഉദ്ദേശം. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുമായി ചങ്ങാത്തം സ്ഥാപിക്കാനുള്ള BJP കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കങ്ങൾ സജീവമായിരിക്കുന്നതിനിടെയാണ് ഇടത് വലത് മുന്നണികളുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന രാഷ്ട്രീയ സമവാക്യത്തിന് കളമൊരുങ്ങുന്നത്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിക്ക് പരോക്ഷ മറുപടിയുമായി മുഖ്യമന്ത്രി. സംഘപരിവാറിന് അവസരവാദികളായ ചിലരെ സുഖിപ്പിക്കാനാകും, എന്നാൽ അത് പൊതുവികാരമല്ല. മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ചിലരെ പ്രീണിപ്പിക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നു. കേരളം മതനിരപേക്ഷതയ്ക്ക് ഒപ്പമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏതെങ്കിലും അവസരവാദികളായ ചില ആളുകളെ സുഖിപ്പിക്കുന്ന വർത്തമാനത്തിന് കിട്ടുമെന്നുള്ളതുകൊണ്ട് അതാണ് കേരളത്തിന്റെ പൊതുവികാരമെന്ന് സംഘപരിവാറിന്റെ നേതാക്കളോ തെറ്റിദ്ധരിക്കേണ്ട. കേരളത്തിന്റെ പൊതുവായ രീതി ഇതേവരെ നാം നിലനിർത്തിയിട്ടുണ്ട്. അത് ശക്തമായി വർഗീയത എതിർക്കുക എന്നുള്ളത് തന്നെയാണ്.
ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും രണ്ടും നാടിനാപത്താണ് എന്ന നിലപാടാണ് കേരളം പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ BJPക്ക് അവരുടെ അജണ്ട അത്ര എളുപ്പത്തിൽ നടപ്പാക്കാവുന്ന ഒരു നാടല്ല കേരളം. ബിഷപ്പിന്റെ BJP അനുകൂല നിലപാടിനെക്കുറിച്ചുള്ള KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാകുന്നു. BJP നൽകുന്ന റബ്ബർ വില വാങ്ങാൻ പോകാൻ ഉടലിൽ തലയുണ്ടാകില്ല എന്ന പരാമർശമാണ് പുതിയ വിവാദത്തിന് കാരണം. ബിഷപ്പിനെതിരെ ജലീൽ വധഭീഷണി മുഴക്കിയെന്നാണ് BJP ആരോപണം. BJPക്ക് പിറകെ പോയാൽ ചതിക്കപ്പെടുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞു. കർഷകരുടെ വികാരമാണ് ബിഷപ്പ് പറഞ്ഞതെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. 30 വെള്ളിക്കാശിന്റെ മോദിക്കാലത്തെ മൂല്യമാണോ 300 രൂപ? റബ്ബർ വില വാങ്ങണമെങ്കിൽ ഉടലിൽ തലയുണ്ടാകേണ്ടേ? ബിഷപ്പിന്റെ BJP അനുകൂല നിലപാടിനെ KT ജലീൽ ഫേസ്ബുക്കിൽ വിമർശിച്ചതിങ്ങനെയാണ്. എന്നാൽ ബിഷപ്പ് പാംബ്ലാനിക്കെതിരെ KT ജലീൽ നടത്തിയത് പച്ചയായ വധഭീഷണിയെന്ന് BJP. ബിഷപ്പിന്റെ ഉടലിൽ തല കാണില്ലെന്ന പരാമർശത്തിൽ KT ജലീലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. റബ്ബറിന്റെ വില വാങ്ങാൻ കഴുത്തിന് മുകളിൽ തല ഉണ്ടായിട്ട് വേണ്ടേ എന്നുള്ള ചോദ്യമാണ് ജലീൽ ചോദിച്ചിരിക്കുന്നത്. ഇത് പച്ചയായ വധഭീഷണിയാണ്. നേരത്തെ പാലാ ബിഷപ്പിനോട് കാണിച്ച അതേ സമീപനം തന്നെയാണ് ഇപ്പോൾ തലശ്ശേരി ആർച്ച് ബിഷപ്പിനെതിരായി ഉണ്ടായിരിക്കുന്നത്. ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണം. ജലീലിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെതിരായ ക്രിമിനൽ കേസ് എടുക്കേണ്ടതാണ്. ബിഷപ്പിന്റെ പ്രസ്താവനയിൽ തുടക്കം മുതൽ കടുത്ത നിലപാടെടുത്ത CPM അത് ആവർത്തിക്കുകയാണ്. ആ സമരം ഇവിടെ കേരളത്തിൽ നടന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ഇത് 3 സാർവദേശീയ മതങ്ങളാണ്. അത് ഇതുപോലെ ഈ റേഷ്യോയിൽ ജീവിക്കുന്ന ഒരു ലോക നാട് ഭൂമുഖത്തിൽ. കോൺഗ്രസിന്റെ നീക്കം വളരെ കരുതലിലാണ്. തലശ്ശേരി ആർച്ച് ബിഷപ്പ് പ്രകടിപ്പിച്ചത് കർഷകരുടെ വികാരമെന്ന് UDF കൺവീനർ MM ഹസൻ. റബ്ബർ വിലയിടിവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ ഒരുപോലെ വിമർശിച്ചാണ് കോൺഗ്രസിന്റെ നീക്കം. ബിഷപ്പ് പറഞ്ഞതേ കൃഷിക്കാരുടെ ഒരു വികാരമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ബിഷപ്പിന്റെ വികാരം ഞങ്ങൾ പാലിക്കുന്നു. ഈ റബ്ബറിന്റെ വിലയിടിവിനെതിരായിട്ട് 1-ാം പ്രതി BJP സർക്കാരിനും 2-ാം പ്രതി പിണറായി സർക്കാരിനുമെതിരെ ബിഷപ്പ് ഒരു കർഷക സമരത്തിന് നേതൃത്വം നൽകിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾ പൂർണ്ണമായി അദ്ദേഹത്തിന് പിന്തുണ നൽകും. ക്രൈസ്തവ സഭയുടെ കേരളത്തിലെ പ്രധാന ബിഷപ്പെടുത്ത അനുകൂല നിലപാട് ദേശീയ തലത്തിലടക്കം പരമാവധി ചർച്ചയാക്കാനാണ് BJP ശ്രമിക്കുന്നത്. കൂടുതൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ തങ്ങൾക്കൊപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ BJP കൂടുതൽ സജീവമാക്കി കഴിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. K സുരേന്ദ്രന് മറുപടിയുമായി KT ജലീൽ. K സുരേന്ദ്രൻ പെരുന്നുണ പ്രചരിപ്പിക്കുന്നുവെന്ന് KT ജലീൽ. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷണം ആവശ്യപ്പെട്ടതിനാലാണ് ക്രൈസ്തവ പുരോഹിതനെ കൊല്ലാൻ താൻ ആഹ്വാനം ചെയ്തു എന്ന കള്ളം പ്രചരിപ്പിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം നൽകാൻ മോദി സർക്കാരിന് സാധിച്ചിട്ടില്ല. BJP നൽകുന്ന ആനുകൂല്യങ്ങൾ വാങ്ങാൻ ജീവൻ വേണ്ടേ? രാവിലെ ഉണരുമ്പോൾ ഉടയിൽ തലയുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട സ്ഥിതി ഒരു നാട്ടിലും ഉണ്ടാകരുത്. റബ്ബറിന് 300 രൂപയാക്കിയതുകൊണ്ടോ നെല്ല് കിലോയ്ക്ക് 50 രൂപ നൽകിയതുകൊണ്ടോ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വർത്തമാന പ്രതിസന്ധിക്ക് പരിഹാരമാവില്ല. 70ഓളം ക്രൈസ്തവ സംഘടനകൾ ഡൽഹിയിൽ നടത്തിയ റാലിയിൽ ഉയർത്തിയ ആവശ്യം സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP നേതൃത്വം. നടക്കുന്നത് വൻ അഴിമതി. 32 കോടി രൂപ സോണ്ട കമ്പനി ഉപകരാറിലൂടെ അടിച്ചെടുത്തെന്നും 2 കമ്പനികളും 3 മരുമക്കളും വലിയ അഴിമതിയുമാണ് ബ്രഹ്മപുരത്തേതെന്നും എല്ലാ വർഷവും തീപിടിക്കുമെന്നുള്ള ന്യായീകരണം LDF-ഉം UDF-ഉം ബ്രഹ്മപുരം ദുരന്തത്തിന് കാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. സോണ്ടയുടെ ഉടമ വൈക്കം വിശ്വത്തിന്റെ മരുമകനാണ്. ഉപകരാർ കോൺഗ്രസ് നേതാവ് M വേണുഗോപാലിന്റെ മരുമകന് നൽകി. മുഖ്യമന്ത്രിയുടെ മരുമകനും പങ്കുണ്ടാകാമെന്നും അദ്ദേഹം വിമർശിച്ചു. Unfortunately, Kerala government did not adhere to the rules and there is complete mismanagement of waste. There can be a sabotage also which needs investigation. So there is no plant, no machinery, no processing, only expenditure and a big scam. And LDF, UDF together. We demand that there has to be CBI inquiry. ബ്രഹ്മപുരം മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉപകരാർ നൽകിയതിനെക്കുറിച്ചും ആരോപണം. ബയോമൈനിങ്ങിൽ മുൻപരിചയമില്ലാത്ത RS മീനാക്ഷി എൻവയറോ കെയറിനാണ് ഉപകരാർ നൽകിയതിൽ ക്രമക്കേടുണ്ടെന്നും CBI അന്വേഷണം വേണമെന്നും മുൻ മേയർ ടോണി ചമ്മണി ആവശ്യപ്പെട്ടത്. കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് രേഖാമൂലമുള്ള അനുമതി തേടാതെയും കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുമാണ് ഉപകരാർ നൽകിയത്. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ടോണി ചമ്മണി ആരോപിച്ചു. രാജ്യം പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ന്യൂസ് 18 റൈസിംഗ് ഇന്ത്യയുടെ 3-ാം പതിപ്പിനെ ഞങ്ങൾ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അവതരിപ്പിക്കുന്നത്.
റിയൽ ഹീറോസ് എന്ന പ്രമേയത്തിൽ രാജ്യത്തിന്റെ പ്രൗഢിയും അഭിമാനവുമായ വ്യക്തിത്വങ്ങളെ ഇത്തവണ ഞങ്ങൾ ജനസമക്ഷം എത്തിക്കുന്നു. രാജ്യത്ത് ഒരു നല്ല മാറ്റം കൊണ്ടുവരാൻ സഹായിച്ച അസാധാരണമായ നേട്ടങ്ങൾക്കൊപ്പം അസാധാരണമായ ചില സാധാരണക്കാരുടെ കഥകൾ കൂടിയായിരിക്കും ഇത്. കാലാവസ്ഥ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടുന്നവർ മുതൽ നമ്മുടെ കലയും സംസ്കാരവും പൈതൃകവും പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നവർ വരെയുള്ള വലിയൊരു നിര വ്യക്തിത്വങ്ങളാണ് ഇവർ. ന്യൂസ് 18 നെറ്റ്വർക്കിന്റെ രാജ്യത്തുടനീളമുള്ള റിപ്പോർട്ടർമാർ ഇവരുടെ നേർചിത്രവുമായി വരും നാളുകളിൽ എത്തും. When we start losing our traditional knowledge as we walk down the path of progress, it is artisans like C.V. Raju who find solutions to keep our heritage alive. C.V. Raju was born in the village of Etikoppaka, which specializes in making wooden toys for children using traditional methods. However, there came a time when it seemed that there was no place for it anymore in the machine production-based modern world. In year 1988, the income is very, very low when compared to the agricultural labor income. Then we started a case study on this, and the findings that we found, the lack of quality conscious, at the same time lack of diversification. After understanding the problem, C.V. Raju began searching for the solution. He developed chemical-free colors using the roots, bark, trunk and other parts of plants. This helped them to create superior products. However, it was not enough to simply create better toys. These toys also had to reach the market. In most of these artisans, they confine only 5 to 6 different items, which they are not supporting and credible to their income and their expenditure. He concentrated on new ways of marketing and created a cooperative of artisans called Padmavati Associates. This initiative gave a new breath of life to Etikoppa art, and he has been felicitated for this as well. His success has even been appreciated by Prime Minister Shri Narendra Modi, who also mentioned him during Mann Ki Baat. രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനങ്ങൾ മുൻകരുതൽ ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പരിശോധന വർദ്ധിപ്പിക്കാനും ജിനോം സീക്വൻസിംഗ് ഉൾപ്പെടെ നടത്തണമെന്നും യോഗത്തിൽ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. കോവിഡിനെ നേരിടാൻ ആശുപത്രികൾ സജ്ജമാക്കാനും മോക്ക് ഡ്രില്ലുകൾ ഉൾപ്പെടെ നടത്താനും യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ നേരിയ വർധനവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലാണ് കോവിഡ് കേസുകൾ കൂടുതൽ. ആകെ 1026 കോവിഡ് ആക്റ്റീവ് കേസുകളാണുള്ളത്. 111 പേരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. പുതിയ വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയാൻ ജിനോമിക് പരിശോധനകൾ വർദ്ധിപ്പിക്കും. എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനതല റിവ്യൂ മീറ്റിംഗ് ചേരാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ നേരെ പോകുന്നത് കോവിഡ് റിവ്യൂ മീറ്റിംഗിലേക്കാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ സംസ്ഥാന അവലോകനം ചെയ്യും, ആരോഗ്യവകുപ്പ് അവലോകനം ചെയ്യും. അതിനനുസരിച്ച് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്കൊരു പുതിയ വേരിയൻ്റ് ഉണ്ടോ എന്നുള്ളത് കാണുക എന്നുള്ളതാണ്. അപ്പോൾ അത് ജിനോമിക് സീക്വൻസിംഗ് ഒക്കെ വഴി പുതിയ വേരിയൻ്റ് ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതും ഇതിന് സമാന്തരമായി നമ്മൾ നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. അതാണ് നോക്കുന്നത്. പിന്നെ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും. ജുഡീഷ്യൽ നിയമനത്തിൽ വീണ്ടും കേന്ദ്രത്തിനെതിരെ സുപ്രീംകോടതി കൊളീജിയം. ആവർത്തിച്ച് ശുപാർശ ചെയ്ത പേരുകൾ പോലും അംഗീകരിക്കാതെ പിടിച്ചുവച്ചിരിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് കൊളീജിയം വ്യക്തമാക്കി. മദ്രാസ് ഹൈക്കോടതിയിലേക്ക് അഭിഭാഷകനായ ആർ ജോൺ സത്യന്റെ പേര് ആവർത്തിച്ച് ശുപാർശ ചെയ്തിട്ടും അംഗീകരിച്ചില്ല. കേന്ദ്ര സർക്കാർ നടപടി ആശങ്കപ്പെടുത്തുന്നതാണെന്നും കൊളീജിയം ചൂണ്ടിക്കാട്ടി. സ്വപ്ന സുരേഷിന്റെ സ്പേസ് പാർക്കിലെ നിയമനവും പരിശോധിച്ച് ഇഡി. PwCയുടെയും സ്പേസ് പാർക്കിലെയും ഉദ്യോഗസ്ഥരെ ഇഡി കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തു. ലൈഫ് മിഷൻ കോഴക്കേസിൽ തുടർച്ചയായ 2ാം ദിവസവും ലൈഫ് മിഷൻ മുൻ CEO UV ജോസിനെ ഇഡി ചോദ്യം ചെയ്തു. UV ജോസിനും കോഴ നൽകിയെന്ന സന്തോഷ് ഈപ്പന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. യൂണിടാക് MD സന്തോഷ് ഈപ്പന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഇഡിയുടെ നിർണായക നീക്കങ്ങൾ. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ സന്തോഷ് ഈപ്പനുമായി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ ലൈഫ് മിഷൻ മുൻ CEO UV ജോസിനോട് ഇന്നും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു.
UV ജോസും കോഴ കൈപ്പറ്റിയെന്ന സൂചനകൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 9 മണിക്കൂറോളം UV ജോസിനെ ചോദ്യം ചെയ്തപ്പോൾ ഇന്നത് 6 മണിക്കൂറിലധികം നീണ്ടു. യൂണിടാക്കിന് കരാർ ലഭിക്കുന്നതിനു വേണ്ടി അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ UV ജോസ് ഇടപെട്ടുവെന്നാണ് ഇഡി കരുതുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട M. ശിവശങ്കർ പറഞ്ഞതനുസരിച്ച് ഉദ്യോഗസ്ഥനെന്ന നിലയിൽ പ്രവർത്തിച്ചുവെന്നാണ് UV ജോസിന്റെ മൊഴി. ഇതിനിടെ സ്വപ്ന സുരേഷിന്റെ സ്പേസ് പാർക്കിലെ നിയമനവും ഇഡി പരിശോധിക്കുന്നുണ്ട്. സ്പേസ് പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സന്തോഷ് കുറുപ്പ്, PWHC അസോസിയേറ്റ് ഡയറക്ടർ പ്രദീപ് നായർ എന്നിവർ ഇഡിക്ക് മുന്നിൽ ഹാജരായി. ഇരുവരെയും നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുകയായിരുന്നു. സ്വപ്നയുടെ സ്പേസ് പാർക്കിലെ നിയമനത്തിൽ ലൈഫ് മിഷൻ കോഴയുടെ പങ്കുണ്ടോ, നിയമനം ഏതെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇഡി പരിശോധിക്കുക. ന്യൂസ് 18 കൊച്ചി. സ്പോർട്സ് വാർത്തകൾ. ചെന്നൈയിൽ ഇന്ത്യ 21 റൺസിന് തോൽപ്പിച്ച് ഓസ്ട്രേലിയ ഏകദിന പരമ്പര സ്വന്തമാക്കി. 270 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 49.1 ഓവറിൽ 248 റൺസിന് പുറത്തായി. 4 വിക്കറ്റ് വീഴ്ത്തിയ ആദം സാംബയും 2 വിക്കറ്റ് വീഴ്ത്തിയ ആഷൻ എഗറും ചേർന്നാണ് ഇന്ത്യയെ തകർത്തത്. ടെസ്റ്റ് പരമ്പര നഷ്ടമായെങ്കിലും വന്നത് വെറുതെയായില്ല ഓസീസിന്. ഏകദിന പരമ്പര പോക്കറ്റിലാക്കിയാണ് മടക്കം. അതും ഇന്ത്യയിൽ ഏകദിന ലോകകപ്പ് നടക്കാനിരിക്കെ. വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറിയോ ഹാർദിക്കിന്റെ 40 റൺസോ രോഹിത് ശർമ്മയുടെ വെടിക്കെട്ട് 30 റൺസോ മതിയാകുമായിരുന്നില്ല ഓസീസ് വീര്യത്തെ വെല്ലുവിളിക്കാൻ. നല്ല തുടക്കം കിട്ടിയിട്ടും 37 റൺസിൽ പുറത്തായ ശുഭ്മാൻ ഗില്ലും 32 റൺസിൽ വീണ KL രാഹുലും സ്വയം പഴിക്കും ആരാധകരുടെ നിരാശയിൽ. മിച്ചൽ സ്റ്റാർക്കിനോടുള്ള പേടി മാറിയെത്തിയ ഇന്ത്യൻ ബാറ്റർമാരെ ഓസീസ് സ്പിന്നർമാരാണ് കുഴപ്പത്തിലാക്കിയത്. ശുഭ്മാൻ ഗിൽ, രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ 4 വൻമരങ്ങളെയാണ് ആദം സാംബ കടപുഴക്കിയത്. കോഹ്ലിയെയും സൂര്യകുമാറിനെയും വീഴ്ത്തി ആഷ്ടൻ ഏഗറും സാംബയ്ക്ക് കൂട്ടായി. നാണക്കേടിന്റെ റെക്കോർഡുമായാണ് ചെപ്പോക്കിൽ നിന്നും സൂര്യകുമാർ യാദവ് മടങ്ങിയത്. 3 തവണ തുടർച്ചയായി ആദ്യ പന്തിൽ പുറത്താകുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന മോശം റെക്കോർഡ് ഇനി സ്കൈക്ക് സ്വന്തമാണ്. 3 വിക്കറ്റ് വീതം വീഴ്ത്തിയ ഹാർദിക്കും കുൽദീപും ചേർന്നാണ് ഓസ്ട്രേലിയൻ ഇന്നിംഗ്സ് 49 ഓവറിൽ 269 റൺസിൽ അവസാനിപ്പിച്ചത്. 47 റൺസ് എടുത്ത മിച്ചൽ മാർഷാണ് ഓസ്ട്രേലിയയുടെ ടോപ്പ് സ്കോറർ. അലക്സ് കാരി 38 റൺസ് എടുത്തു. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. പൂർണ്ണമാകുന്നു ഗൾഫ് 18. നമസ്കാരം.